ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ സഹായം ചോദിക്കാമെന്നോ ആരും പറയുന്നില്ല. ഷിർക്കെന്ന് KNM-ഉം ഹറാമെന്ന് എതിർപക്ഷവും. പിന്നെ എന്തിനാണ് ഇതൊരു ഗുരുതര പ്രശ്നമായി ചിത്രീകരിക്കുന്നത്? ഷിർക്ക് എന്ന് KNM-ഉം ഹറാമ് എന്ന് മറുഭാഗം എന്നാണ്. അങ്ങനെ ഏകപക്ഷീയമായി പറയുന്നത് ശരിയല്ല. എന്താണ് പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്ന ഒരു മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ ഒരു ജിന്ന് നിൽക്കുന്നു. അവൻ കണ്ടു. അതിനോട് ചോദിക്കൽ ഷിർക്കാണ്. ഷിർക്കുമല്ല, ഹറാമല്ല, ജായിസാണ്. മുജാഹിദ് പ്രസ്ഥാനം ഷിർക്കാണ് എന്ന് പറയുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുന്ന ആളുകൾ പലത് പറയുന്നു. ജിബ്രീലിനോട് സഹായം തേടാനുള്ള എല്ലാ അനുവാദവും ഉണ്ടായിരുന്നിട്ട് പോലും ജിബ്രീലിനോട് ശരി നീ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ തെറ്റല്ലാതിരുന്ന ആ സാഹചര്യത്തിൽ പോലും മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുന്ന ആളുകൾ പലത് പറയുന്നു. ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുന്ന ആളുകൾ പലത് പറയുന്നു. എന്ന ജിന്നും കേൾക്കുന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുന്ന ആളുകൾ പലത് പറയുന്നു. അതല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ചിലര് പറയുന്നു ഹറാമല്ല, ചിലർ പറയുന്നു അനുവദനീയമാണ്. ഇങ്ങനെ പല വാദങ്ങളുണ്ട്. ഒരു വാദമല്ല. നമ്മൾ അതിലെ ഏറ്റവും എന്നുവെച്ചാൽ ഒരു മനുഷ്യരെ മോശമാക്കരുത് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മാന്യമായത് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. നമ്മൾ അതിലെ ഏറ്റവും എന്നുവെച്ചാൽ ഒരു മനുഷ്യരെ മോശമാക്കരുത് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മാന്യമായത് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഇത്തരം ആളുകൾ, ഈ വാദം ഉന്നയിക്കുന്ന ആളുകൾ. പൊതുജനങ്ങളുടെ മുന്നിൽ ഇവർക്ക് ഇവരുടെ യഥാർത്ഥ വാദം ഇപ്പോഴും പറയാൻ കഴിഞ്ഞിട്ടില്ല.